അമ്മ ജമന്തി ഇതൊക്കെ എന്തിനാടാ ഈ കാശില്ലാത്ത നേരത്തെ ഇത്രയും തുണികളൊക്കെ എങ്ങനെ വാങ്ങിച്ചു കൂട്ടിയത്? കാശിന് എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു ഇവിടെ. ഞാൻ നമ്മയോട് പറയാതെ ഒരു കാര്യം ചെയ്തു. എന്തോന്ന്? ഇത് തങ്കത്തന കൊടുക്ക്. എന്തറിയാമോ, ഇത് രാവിലെ ഒരു ലോട്ടറി ടിക്കറ്റ് തന്നില്ല എന്റെ കയ്യില്. ആ ടിക്കറ്റ് കണികേട്ടൻ മേടിച്ചോണ്ട് വന്നതാ. കൊറേ നാളായിട്ട് പറയും തങ്കത്തിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണോന്ന്. ക്ലീറ്റ ചേട്ടനുണ്ട്, മോക്കുള്ളതുണ്ട്. അതെ, എനിക്കും അമ്മയ്ക്കും ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഒന്നും പൊട്ടിച്ചു നോക്കിയില്ല, ഞാൻ വേഗം ഇങ്ങോട്ട് കൊണ്ടുവന്നു. പോട്ടെ. സൂപ്പർ കളർ കേട്ടാ. പണി നിറച്ച് കിട്ടേണ്ടി പോവാ. ഞാൻ ഒരെണ്ണം മേടിക്കണമെന്ന് പറഞ്ഞിരുന്നാ. ഇതല്ലേ രാളി ഡ്രസ്സൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച അതേ കളർ. നിങ്ങളോട് ആര് പറഞ്ഞത് മേടിക്കാൻ? നിങ്ങളോട് ആര് പറഞ്ഞത് മേടിക്കാൻ? അവളുകൊണ്ട് എടുത്തു വെക്ക്, മര്യാദ എടുത്തു വെച്ചോ. എന്തിന്? പള്ളി നിറച്ചിടാ. ഞാൻ ഒരു ഷർട്ട് മേടിക്കണമെന്ന് പറഞ്ഞിരുന്നാണ്. എടുത്തു വെക്ക് ക്ലീറ്റ്. എന്നെ പറഞ്ഞ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? നിങ്ങളാണെങ്കിൽ നിങ്ങൾ എടുത്തോ, ഇല്ല ഞാൻ തരില്ല. നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാം. തീരെ ബോധമില്ല, എനിക്ക് അറിയാൻ പാടാണ്ട് ചോദിക്കാം. മനുഷ്യ 50,000 രൂപയുടെ തുണിയാണോ ഈ കാണണേ? ഏത് 50,000 രൂപ? ഓ, ലോട്ടറി അടിച്ച പൈസ. നമ്മുടെ വീട് അമുക്കാൻ വേണ്ടിട്ട് അവന് 1000 രൂപയുടെ തുണി എടുത്തിട്ട് വന്നേക്കുക. അതെങ്ങനെ ശരിയാവും? അത് നമ്മുടെ 50,000 രൂപ നമുക്ക് കിട്ടിയേ പറ്റൂ. ഇതമ്മ സ്നേഹത്തോടെ കൊണ്ടുവന്നാണ്. സ്നേഹം മര്യാദക്ക് അവിടെ വെച്ചോ. ഇത് ഞാൻ തരൂല. അവിടെ വെക്കാനാ പറഞ്ഞു ഞാൻ. നല്ല കളർ തങ്ക, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാ. നല്ല സൂപ്പർ കളർ. ഞാൻ വെക്കണ്ടോ നിങ്ങളവിടെ? ഞാൻ തരൂല. എഴുന്നേക്ക്, എടുത്ത് അടച്ചു വെച്ചേ. അത് നിനക്കും ഉള്ളത് വേണ്ടെങ്കിൽ അങ്ങ് കൊടുത്താ. ഇതെന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയാം കേട്ടാ. നമുക്ക് 50,000 രൂപ തരാൻ പറഞ്ഞാൽ പോലെ ഇതിവിടെ ഇരിക്കട്ടെ. ഒരാൾ സ്നേഹത്തോടെ തരണത് നമ്മൾ വേണ്ടെന്ന് പറയണത്. ഇങ്ങോട്ട് നടക്കാൻ. ഞാൻ വരൂല, നീ പോയിട്ടോ. വരൂല നിങ്ങള് പോ. കൊറേ പന്ന തുണി മേടിച്ചിട്ട് തള്ളല്ലേ അങ്ങോട്ട്. അമ്മേ അവനെവിടെ? നീ എന്താണോ വിചാരിച്ചേ? കൊറേ കൂടെ തുണി വാങ്ങിച്ചോണ്ടാ ഞങ്ങളങ്ങ് മയങ്ങി പോകുന്ന. ഈ 10-45 കൊല്ലം തുണി കൊടുക്കാതെ ഞങ്ങൾ നടന്നത്. എന്താ നിങ്ങളുടെ പ്രശ്നം? അത് പറ ആദ്യം. അമ്മേ എന്തോന്ന്? അമ്മയ്ക്ക് ലോട്ടറി അടിച്ച 1 ലക്ഷം രൂപ എന്ത് ചെയ്തു? അത് തന്നെ അറിയിക്കണം നിർബന്ധം വല്ലതും. അറിയിക്കുന്നില്ല. അമ്മയുടെ മോളാണെങ്കിൽ എനിക്കത് അറിയണം. അമ്മ റേഷൻ ഇട്ട് കളിക്കരുത്. അമ്മയ്ക്ക് 1 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്നും അതിനകത്ത് 50,000 രൂപ എനിക്ക് കിട്ടാനുള്ളതെന്നും എനിക്കറിയാം. അറിയാമോ? എന്നാ എനിക്ക് തരാൻ മനസ്സില്ലായിരുന്നു. എന്താ മനസ്സിലാവുന്നത്? നിങ്ങളുടെ മോളല്ലേ? മോളല്ലാത്തോണ്ടാണ് ഞാൻ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. അതൊന്നും അമ്മ പറയണ്ട. എനിക്ക് 1 ലക്ഷം രൂപ ലോട്ടറി കിട്ടിയതിന്റെ 50,000 രൂപ ഇപ്പൊ കിട്ടണം. അവകാശം കൊടുത്തേ പറ്റും. തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? തന്നില്ലെങ്കിൽ നീ കൊലക്കേസിന് സമാധാനം പറയേണ്ടി വരും. എവിടെ കെട്ടിത്തൂക്കി ചാവൂടാ. എന്നാ കെട്ടിത്തൂക്കി ചാവാൻ പറ. തരില്ല ഞാൻ പറയില്ല. ഈ നിമിഷം ഇറങ്ങിപ്പോയി. അത്രയും സന്തോഷം. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറക്കി വിട്ടിട്ട് നിനക്ക് ഇവിടെ കൂടി ഇവിടെ സുഖമായിട്ട് ജീവിക്കാനേ നടക്കൂല. 1 ലക്ഷം എനിക്ക് എന്റെ പൈസ ഇപ്പൊ കിട്ടണം. ആണുങ്ങളായ നാണോ മാനോ വേണോടാ ഒറ്റയ്ക്ക് മെഴുകണത്. അന്തസ്സുണ്ടാണോ നിനക്ക്? ഒന്നും മിണ്ടാതെ പോണണ്ട. അവന് മുണ്ടാട്ടം പൈസ എന്താ ഞാൻ ചോദിക്കണേ? എനിക്ക് പറയാൻ മനസ്സില്ല. അമ്മ ഇവര് കൂട്ടി നിൽക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അമ്മ ഈ ഭദ്രകാളി പറയണമെന്ന് ഞാൻ കേട്ടായിരുന്നു. നീ അല്ലേ അവിടെ അടുക്കള പുറത്തിരുന്ന് പറഞ്ഞത് ഇതിൽ നിന്നും കൊടുക്കാനുണ്ടാവില്ല, അതിന് കിട്ടുമ്പോ എങ്ങനെ കൊടുക്കാന്ന്? നാണോടെ നിനക്ക്? അത് ഞാൻ പറഞ്ഞതാ. അത് ഇനിയും ഞാൻ പറയല്ലേ. നിന്റെ ഭാര്യ വന്നത് ഞാൻ കേട്ടിട്ടാ. ക്രിമിയാണ്. എനിക്ക് എന്റെ പൈസ ഇപ്പൊ കിട്ടണം. അതെ തങ്ക, നാട്ടുകാരുണ്ട്. നാട്ടുകാർ ഈ വൃത്തികേട്. സഹോദരിയുടെ പൈസ അടിച്ചു മാറ്റി നീ ഇവിടെ കൂടി ഇവിടെ കിടന്ന് സുഖിക്കാം. എങ്ങനെയാ അത് നിന്റെ പൈസ ആവണത്? പൈസ എന്റെ അല്ലേ? പൈസ ഞങ്ങൾക്ക് അവകാശപ്പെട്ട എന്റെ പൈസ നിന്റെ പൈസ അവകാശപ്പെട്ട പൈസ കൊടുത്ത പൈസ എടുക്കുക.
കനക എന്റെ സ്വഭാവം മാറ്റിക്കരുത്. ചൂണ്ടി സംസാരിക്കണല്ലോ. നീ നിർത്തിക്കോ. നിന്നോട് നിർത്താനാ ഞാൻ പറഞ്ഞത്. മര്യാദക്ക് സംസാരിച്ചാ പറയാ നിനക്ക്? ഇത് ആരാണ് ഇതിന്റെ? നീ നിന്റെ അമ്മയോട് സംസാരിക്കുന്ന രീതിയാണ് ഇത്. ആണോ? കണ്ണടിച്ചാ പഠിക്കില്ല. ഇനി ഒരു ഒറ്റാളി ഉമ്മർത്ത് ബഹളം ഉണ്ടാക്കരുത്. എനിക്ക് നിന്നോടാ പറയാനുള്ളത്. എനിക്കൊന്നും കേക്കണ്ട. കേൾക്കണോടാ, നീ കേൾക്കണം. നീ 1.5 കൊല്ലം മുമ്പ് ജയിലിൽ കിടന്നല്ലോ. ഇനി അതായി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയണ്ട. ഞങ്ങൾക്ക് അവിടെ പൈസ ആവശ്യമുള്ള കാര്യമാണടി, ആവശ്യമുള്ള കാര്യമാണ്. നീ മിണ്ടരുത്. എന്തിനാ കിടന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല, ഞാൻ ഒരുപാട് പ്രാവശ്യം കിടന്നിട്ടുള്ള അത്ര ഓർമ്മയില്ല. നീ നിന്റെ തുക്കട പാർട്ടിയുടെ പ്രകടനം സമരം പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റ് പോയിട്ട് പൊതുമുതൽ നശിപ്പിക്കുകയും പോലീസിനെ നേരെ കല്ലെറിഞ്ഞ നിനക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് പോലീസ് പിടിച്ചെന്നാലും ജയിലിലിട്ടു. എങ്ങനെയാ നീ പുറത്തിറങ്ങി വന്നത്? എങ്ങനെയാ പുറത്തിറങ്ങി വന്നത്? പറ, നീ പറ. ജാമ്യത്തില് 19,000 രൂപ കെട്ടിവെച്ചിട്ടാ കോടതി തന്നെ ജാമ്യത്തിൽ വിട്ടത്. എങ്ങനെയാ പൈസ ഉണ്ടായത്? അത് എവിടെ സ്വർണം പണയം വെച്ചിട്ടാണല്ലോ. ഇവളുടെ പണയം വെച്ചല്ല ആണല്ലോ. എന്നിട്ട് നീ ഇത്രയും കാലമായിട്ട് അവളുടെ പണ്ട് എടുത്തു കൊടുത്തില്ലല്ലോ. എന്താ എടുത്തു കൊടുക്കാതിരുന്നത്? പൈസ വരുമ്പോ എടുത്തു കൊടുക്കും. എന്ന് നിനക്ക് പൈസ വരും? പൈസ വരുമ്പോ വരും, അപ്പൊ എടുക്കും. പൈസ വരുമ്പോ വരും, അപ്പോഴപ്പോ സ്വർണ്ണം അവിടെ കാണൂല. അത് ലേലത്തിൽ പോവും. നിന്റെ കയ്യിൽ പൈസ വരുന്നത് വരെ ആ സ്വർണ്ണം അവിടെ ഉണ്ടാവും എന്നുള്ളതിന് എന്താ ഉറപ്പ്? ആ സ്വർണ്ണം ലേലത്തിൽ പോകുന്നു എന്നുള്ളതിന്റെ നോട്ടീസ് എനിക്ക് ഇവിടെ വന്നു. എന്തോ ഭാഗ്യത്തിന് അമ്മയ്ക്ക് ഇതാ ഇന്ന് ലോട്ടറി അടിച്ചു. ആ പൈസ മാറ്റിയിട്ട് ഞാൻ ആ പണ്ട് എടുത്തിട്ടാണ് വന്നത്. നിങ്ങളുടെ ഡ്രസ്സൊക്കെ കൊടുത്തു വിട്ടിട്ട് പിന്നാലെ വരണമെന്ന് വിചാരിച്ചതാണ്. നിങ്ങളുടെ മനസ്സിലിരിപ്പ് മനസ്സിലായി. ഇതിനു വേണ്ടിയാ ഞാൻ ആ പൈസ എടുത്തത്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയാണ് കവുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല. പറയുന്നതിനൊക്കെ നല്ലോണ്ടല്ലോ. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താടി വേണ്ടത്? എന്നാ നിക്ക്, ഈ സാധനം ഇവിടെ എടുത്തിട്ട് പോ. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഈ സാധനം എടുത്താക്കി. എനിക്കിഷ്ടപ്പെട്ട നല്ല ഷർട്ടാ. പിന്നെ നിങ്ങളോട് രണ്ടുപേരോടും കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കാൻ മെനക്കെടുക്കും. വളരെ മോശം. Alien versus Alien.